ഈ വലിയ തേനീച്ച കോളനി ഇന്ന് വിഭജിച്ച് പുതിയ കോളനി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഈ തേനീച്ച കോളനി തുറന്ന് ഇതിലെ അടകളൊക്കെ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ ഫ്രെയിമിലെ അടയിലും ഇരിക്കുന്ന തേനീച്ചകളുടെ മുട്ടയും ലാർവയുടെ ഒക്കെ അളവാണ് നോക്കേണ്ടത്. ഇന്ന് റാണിയെ കണ്ടെത്താതെ തന്നെ വിഭജിക്കുന്ന കാര്യമാണ് പറയുന്നത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരുമോ? ഈ കാണുന്ന അടയിൽ നിറയെ മുട്ടയും ലാർവയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്രെയിമിലെ അട എടുത്ത് ഒരു പുതിയ തേനീച്ച പെട്ടിയിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ നിറയെ ലാർവയുള്ള വേറെ ഒരു ഫ്രെയിമിലെ അടയും കൂടി പുതിയ തേനീച്ചക്കൂട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ പുതിയ തേനീച്ചക്കൂട്ടിൽ 2 ഫ്രെയിമിൽ നിറയെ തേനീച്ചയുള്ള അടയുണ്ട്. ഇനി മാതൃ കോളനിയിൽ 2 ഫ്രെയിമിൽ നിറയെ തേനീച്ചയുടെ ലാർവയുള്ളതും തേൻ മാത്രമുള്ളതുമായ 3 ഫ്രെയിമിലെ അടകളുണ്ട്. 2 തേനീച്ചക്കൂട്ടിലെയും തേനീച്ചകളില്ലാത്ത കാലി ഫ്രെയിമുകൾ തിരികെ ഇടുകയാണ്. ഈ തേനീച്ചക്കൂട്ടിൽ ഏതിലാണ് റാണി ഉള്ളതെന്ന് അറിയില്ല. ഇത് നിറയെ തേനീച്ചകളുള്ള ഒരു സ്ട്രോങ് കോളനി ആയതുകൊണ്ട് തന്നെ ഹണിചാമ്പറിൽ നിറയെ തേനീച്ചകൾ ഇരിക്കുന്നത് കാണാം. തേനീച്ചയുള്ള 2 ഫ്രെയിമിലെ അടകൾ മാത്രം ഇട്ട പുതിയ തേനീച്ചക്കൂട്ടിൽ തേനീച്ചകൾ കുറവായതുകൊണ്ട് തേനീച്ചയുള്ള ഹണിചാമ്പർ പുതിയ കൂടിന്റെ മുകളിൽ വെക്കുകയാണ്. റാണി ഏത് തേനീച്ചക്കൂട്ടിലാണെന്ന് അറിയില്ലെങ്കിലും മാതൃ കോളനിയിൽ നിറയെ തേനീച്ചകളുള്ള 3 അടയുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് വിഭജിച്ച് കുറെ ദൂരത്ത് കൊണ്ടുപോയ ഈ തേനീച്ച കോളനിയിൽ ബ്രൂഡ് ചേമ്പറിൽ നിറയെ തേനീച്ചയുള്ള 2 അടയും ഹണി ചേമ്പറിലെ നിറയെ തേനീച്ചകളും ഉണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് ഈ ഹണി ചേമ്പർ എടുത്തു മാറ്റാം. 5 ദിവസം കഴിഞ്ഞ് 2 തേനീച്ച കോളനിയും തുറന്നു നോക്കിയാൽ റാണി ഇല്ലാത്ത തേനീച്ചക്കൂട്ടിൽ തേനീച്ചകൾ റാണി സെൽ പണിതേക്കുന്നത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.